നമുക്കിന്ന് ഫ്രണ്ടും ബാക്കും ഒരുപോലെ തിരിച്ചും മറിച്ചും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നൈറ്റി തയ്ച്ചാലോ? അതും ഏത് പ്രായക്കാർക്കും ഇടാൻ പറ്റുന്ന രീതിയിൽ ഒരു സിമ്പിൾ പ്ലീറ്റഡ് നൈറ്റി. അതിനായിട്ട് നൈറ്റി മെറ്റീരിയൽ 4 മടക്കി ഇട്ടിട്ടുണ്ട്. ഇതിൽ മുകളിൽ മടക്ക് വരുന്ന ഭാഗവും താഴെ ഓപ്പണിങ്ങുമായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നെക്കും ഷോൾഡറും ഒക്കെ മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് സൈഡിൽ നിന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആ ഒരു പോർഷൻ മാത്രം മടക്കി ഉള്ളിലേക്ക് വയ്ക്കാം. ഇനി മടക്കി വെച്ച ഭാഗം നിവർത്താതെ തന്നെ അവിടെ നിന്ന് ഷോൾഡർ 8.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. 8.5 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ താഴേക്ക് 1 ഇഞ്ച് ഷോൾഡറിന് സ്ലോപ്പ് മാർക്ക് ചെയ്യാം. ഇനി കഴുത്തിൻ്റെ വിഡ്ത്ത് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ സ്ലോപ്പിലേക്കും മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് താഴേക്ക് ആം ഹോൾ ഡെപ്ത്ത് ഒരു 8 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഇനി കഴുത്തിൻ്റെ ഇറക്കം ഞാൻ താഴേക്ക് 8 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അത് ഇത്ര ഇറക്കം വേണ്ടാന്നാണെങ്കിൽ 6 ഇഞ്ച് ആയാലും മതി. ഇനി അതൊരു ബോക്സ് ആക്കിയതിന് ശേഷം ഒരു കർവ് ഷേപ്പ് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കർവ് ഷേപ്പ് കൊടുത്തെടുത്ത് നിന്ന് താഴേക്ക് 2 ഇഞ്ച് വീതം അടയാളപ്പെടുത്തണം. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ 2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റ്സ് എല്ലാം കൂടി ചേർത്ത് ഒരു കർവ് ഷേപ്പ് കൊടുക്കാം. ഇപ്പോഴെല്ലാം ആദ്യം മടക്കിയ ആ 3 ഇഞ്ച് ഉള്ളിലേക്ക് തന്നെയായിരിക്കും ഉണ്ടായിട്ടുള്ളത്. ഇനി വരച്ചിട്ടുള്ള കർവിന് മുകളിലും താഴെയും 1/4 ഇഞ്ച് വീതം സീം അലവൻസ് ഇട്ടതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. മുകളിലത്തെ പോർഷനിൽ 1/4 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കട്ട് ചെയ്തതുപോലെ തന്നെ താഴെയും 1/4 ഇഞ്ച് എക്സ്ട്രാ ഇട്ടതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കൈക്കുഴി മാർക്ക് ചെയ്ത പോർഷൻ കട്ട് ചെയ്യുന്നുണ്ട്. ആ കട്ട് ചെയ്ത പോർഷനാണ് നമ്മൾ കൈയായിട്ട് വെക്കുന്നത്. ഇനി നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയ കഴുത്തിൻ്റെ പീസിൽ നിന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്തിരുന്ന പോർഷൻ കുറച്ച് സീം അലവൻസ് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇത് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ 4 പീസ് ഉണ്ടാകും. 2 പീസ് ബാക്കിലേക്കും 2 പീസ് ഫ്രണ്ടിലേക്കും. ഇനി ഫ്രണ്ടിലെ പോർഷനിലേക്ക് നമ്മൾ വേറൊരു കളറും കൂടെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഫ്രണ്ട് പോർഷനിൽ വേറൊരു കളർ വേണ്ട, ഈ സെയിം കളർ തന്നെ മതി എന്നാണെങ്കിൽ ക്യാൻവാസ് പേപ്പർ വെച്ചിട്ടായാലും ചെയ്യാം. ഇനി കട്ട് ചെയ്തെടുത്ത ആ 2 പീസ് ആദ്യം ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആദ്യം കട്ട് ചെയ്തെടുത്ത കഴുത്തിൻ്റെ പീസും കൂടെ ജോയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് രണ്ടും ചേർത്ത് വെച്ച് കഴുത്തിൻ്റെ പോർഷൻ തയ്ച്ചെടുക്കുന്നുണ്ട്. ഈ നെക്ക് ഇനി ഒന്ന് മറിച്ചിട്ട് പതിച്ച് തയ്ച്ചെടുക്കുന്നുണ്ട്. ഇനി മെയിൻ ഫാബ്രിക്കിൽ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് മടക്കി വെച്ചിരുന്ന പോർഷൻ എടുത്ത് അവിടെ പ്ലീറ്റ്സ് കൊടുക്കുക. ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊടുത്ത് തയ്ച്ചതിന് ശേഷം അത് തയ്ച്ച് വെച്ചിരിക്കുന്ന നെക്കുമായിട്ട് കറക്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം വീണ്ടും പ്ലീറ്റ് കൊടുക്കാം. പ്ലീറ്റ്സ് കൊടുത്ത പോർഷനിൽ നെക്കിൻ്റെ പീസ് ചേർത്ത് വെച്ച് തയ്ച്ചെടുക്കാം. ഇതുപോലെ തന്നെ ബാക്ക് പീസും പ്ലീറ്റ്സ് കൊടുത്ത ശേഷം നെക്കുമായിട്ട് ജോയിൻ ചെയ്തെടുക്കാം. ഇനി ഇത് രണ്ടും ചേർത്ത് ഷോൾഡറും കൂടെ ജോയിൻ ചെയ്തതിന് ശേഷം സ്ലീവ്സ് അറ്റാച്ച് ചെയ്തെടുക്കാം. ആം ഹോൾ ലെങ്ത്തിലേക്ക് സ്ലീവ്സിൻ്റെ ലെങ്ത്ത് എത്തുന്നില്ല എന്നാണെങ്കിൽ അവിടെ ചെറിയൊരു പീസ് സ്ലീവ്സുമായിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം ജോയിൻ ചെയ്തെടുക്കാം. ഇനി സൈഡുകൾ രണ്ടും കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഇറക്കം മാർക്ക് ചെയ്ത് അതുകൂടെ തയ്ച്ചെടുക്കുന്നുണ്ട്. തയ്ച്ച് കഴിഞ്ഞ് ഇങ്ങനെയാണ് നൈറ്റിയുടെ ഫൈനൽ ഔട്ട്പുട്ട് വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കളർ നെക്ക് പീസിന് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇതിങ്ങനെ വേറെ കളർ പീസ് അറ്റാച്ച് ചെയ്ത് തയ്ച്ചിട്ടില്ലെങ്കിൽ പോലും തിരിച്ചും മറിച്ചും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.